ഹലോ ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി വിവിധ ടോപ്പിക്സ് SCRT NCRT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വിവിധ ടോപ്പിക്സുകൾ പഠിച്ചു വരുമായിരുന്നു. ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഒരുപാട് കണ്ടൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നമ്മൾ കഴിഞ്ഞു, നദികൾ കഴിഞ്ഞു. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ധാതുക്കൾ, ഇന്ത്യയിലെ ധാതു നിക്ഷേപങ്ങളൊക്കെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു. സോ ഇന്നും അതേപോലൊരു ടോപ്പിക്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സെയിം SCRT NCRT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഊർജ്ജ വിഭവങ്ങളും ഇന്ത്യയിലെ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സംവിധാനത്തെ പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഈ പറയുന്ന ഊർജ്ജ വിഭവങ്ങളായാലും ഗതാഗതത്തെ പറ്റി ആയാലും നമ്മൾ ഈ പറഞ്ഞ SCRT NCRT ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ് ഈ ഊർജ്ജ വിഭവങ്ങളും ഈ പറയുന്ന ഇന്ത്യയിലെ ഗതാഗത സൗകര്യങ്ങളൊക്കെ പറ്റി NCRT SCRT ചാപ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ കുറച്ച് പോയിന്റ്സുകൾ മാത്രം നമുക്ക് പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഈ കുറച്ച് പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതിയാവും. അതല്ലാണ്ട് വെളിയിൽ നിന്ന് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് ഈ ടോപ്പിക്സൊക്കെ പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. പക്ഷേ ഈ പറയുന്ന SCRT NCRT ചാപ്റ്റേഴ്സിൽ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പഴയ കണക്കുകൾ വെച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. സോ അപ്ഡേറ്റഡ് വേർഷൻസ് മാക്സിമം നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാഷണൽ ഹൈവേസിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെൻസിറ്റിയും അതിൻ്റെ ടോട്ടൽ ലെങ്തൊക്കെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൃത്യമായിട്ടുള്ള അങ്ങനത്തെയുള്ള കണക്കുകളെല്ലാം നാഷണൽ ഹൈവേയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും മിനിസ്ട്രിയുടെയൊക്കെ ഒഫീഷ്യൽ സൈറ്റുകൾ കയറി മാത്രം റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ ഈ പറയുന്ന മുന്നേ പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ പഴയ കണക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സോ അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന സ്റ്റാറ്റുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിലെ ഊർജ്ജ വിഭവങ്ങളെ ഗതാഗത സൗകര്യങ്ങളെ പറ്റിയുള്ള വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഊർജ്ജ വിഭവങ്ങൾ, എനർജി റിസോഴ്സിനെ പറ്റിയാണ്, ഊർജ്ജ വിഭവങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഊർജ്ജ വിഭവങ്ങൾ? നമുക്കറിയാം എന്താണ്. ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളെയാണ് നമ്മൾ ഊർജ്ജ വിഭവങ്ങൾ അല്ലെങ്കിൽ എനർജി റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളെ നമ്മൾ ഊർജ്ജ വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് എനർജി റിസോഴ്സസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവയെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഊർജ്ജ വിഭവങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, ഒന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ, അതായത് റിന്യൂവബിൾ റിസോഴ്സസ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ റിന്യൂവബിൾ റിസോഴ്സസ് എന്നും, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നും, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നും രണ്ടായിട്ട് നമുക്ക് ഊർജ്ജ വിഭവങ്ങളെ തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എന്താണ്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളെയാണ് നാം ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഊർജ്ജ വിഭവങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവ എന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവ എന്നും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും ഊർജ്ജ വിഭവങ്ങളെ രണ്ടായിട്ട് തരം തിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അവയെപ്പറ്റി SCRT ചാപ്റ്ററിൽ കൊടുത്തേക്കുന്ന ഒരു പോയിന്റുകളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ, റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും അണ്ടർലൈൻ ചെയ്യുക, പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. അതായത് നമ്മൾ ഉപയോഗിച്ച ശേഷം തീർന്നു പോകാത്തതായിട്ടുള്ള ഊർജ്ജ വിഭവങ്ങളാണ് പ്രധാനമായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിച്ചാലും അത് തീർന്നില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായിട്ടുള്ള
വിഭവങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഊർജ്ജ വിഭവങ്ങളെയാണ് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് ഇവ. ഇത് മനുഷ്യന് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, മനുഷ്യന് എപ്പോഴും സുലഭമായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് പ്രകൃതിയിൽ മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതും പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും. ഇത് പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് അവൈലബിൾ ആയിട്ടുള്ള, എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങളാണ് ഈ പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിന് ഉദാഹരണങ്ങളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല. ഓക്കെ, സൂര്യപ്രകാശം നമുക്കറിയാം, സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, മനുഷ്യന് സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഊർജ്ജ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ, അതായത് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇവ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായിട്ടുള്ള ഊർജ്ജ വിഭവങ്ങളാണ് ഈ പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തേത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ, നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ പറ്റിയാണ് ഇനി നോക്കുന്നത്. നമുക്ക് നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് അളവ് കുറയുന്നതുമായ, ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങൾ. നമ്മൾ പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കും തോറും ഇത് തീർന്നു പോകാത്തതാണ്, വീണ്ടും ഉപയോഗയോഗ്യമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ വിഭവങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവങ്ങളുടെ കേസിൽ വരുമ്പോൾ ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നതും ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകാൻ സാധ്യതയുള്ളതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവങ്ങൾ. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടും ഇരിക്കും. ഓക്കെ, ഇത് വീണ്ടും നമുക്ക് ഉപയോഗയോഗ്യമാക്കാൻ പറ്റത്തില്ല, ഇത് തീർന്നു പോകും. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് തന്നെ തീർന്നു പോകാൻ ചാൻസ് ഉള്ള ഊർജ്ജ വിഭവങ്ങളാണ് ഈ പറയുന്ന പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവങ്ങൾ. അവയ്ക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവയൊക്കെ ഇത്തരം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കൽക്കരിയെ പറ്റിയാണ് നമ്മൾ SCRT പഴയ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ബോക്സാണ്, അല്ലെങ്കിൽ കൽക്കരിയെ പറ്റി പറയുന്നൊരു ഭാഗമാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജ്ജ സ്രോതസ്സാണ് ഈ കൽക്കരി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് കൽക്കരി എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രധാന വ്യാവസായിക ഇന്ധനമായാണ് കൽക്കരി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ വ്യവസായശാലകളിൽ വ്യാവസായിക രംഗത്ത് ഒരു ഇന്ധനമായിട്ടാണ് നമ്മുടെ കൽക്കരി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഈ ഒരു കൽക്കരിയുടെ വിഭാഗങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവയിൽ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് നമുക്ക് ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി പ്രധാനമായിട്ടും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. അതായത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൽക്കരി നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലെ ഛാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഓക്കെ, ജാർഖണ്ഡിലെ ഛാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ജാർഖണ്ഡിലെ ഛാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം.
അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പം ഇന്ധനക്ഷമത കുറഞ്ഞ ഒരു ഇനം കൽക്കരിക്ക് ഉദാഹരണമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ലിഗ്നൈറ്റ്, അതായത് ഇന്ധനക്ഷമത വളരെ കുറഞ്ഞ ലിഗ്നൈറ്റ് ഈ പറയുന്ന തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറയാം, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് പെട്രോളിയവും പ്രകൃതിവാതകത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. നമുക്കറിയാം, പെട്രോളിയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്തത്ര പ്രധാനമായിട്ടുള്ളൊരു ഊർജ്ജ വിഭവമാണ് പെട്രോൾ. നമുക്കറിയാവുന്നതാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസ്ലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ ഈ പെട്രോളിയത്തിൽ നിന്ന് പെട്രോളിയം മാത്രമല്ല, പലതരം ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് ആവശ്യമായിട്ടുള്ള പലതരം ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണവ? ഈ പറഞ്ഞ പെട്രോളിയം, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാണ്ട് രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസ്ലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്, അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തെടുത്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപാദക സംസ്ഥാനം. ഒന്നുകൂടെ പറയുന്നു, അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ മുംബൈ ഹൈ. ഓക്കെ, നെക്സ്റ്റ് പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ഈ പറയുന്ന പെട്രോളിയത്തിന്റെ കൂടെ തന്നെ പെട്രോളിയം ഖനനത്തിന്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഊർജ്ജ വിഭവമാണ് നമ്മുടെ പ്രകൃതിവാതകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നു. ചിലയിടങ്ങളിൽ പ്രകൃതിവാതകങ്ങളുടെ നിക്ഷേപങ്ങൾ മാത്രമായിട്ടും ചിലയിടങ്ങളിൽ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. എവിടെയൊക്കെയാണവ? പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ. അപ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ നമുക്ക് പ്രകൃതിവാതകം മാത്രമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ പെട്രോളിയത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന മറ്റൊരു ഊർജ്ജ വിഭവമാണ് ഈ പറയുന്ന പ്രകൃതിവാതകം എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈ ഹൈയെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് നമ്മുടെ മുംബൈ ഹൈ എന്ന് പറയുന്നത്. അസമിലെ ദിഗ്ബോയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ചെയ്തെടുത്തത്. ഓക്കെ, എന്താണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്? മഹാരാഷ്ട്രയിലാണ് നമുക്ക് മുംബൈ ഹൈ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. അതായത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് നമ്മുടെ ഈ പറയുന്ന എണ്ണപ്പാടമായ മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. 160 കിലോമീറ്റർ അകലെ, മുംബൈ തീരത്ത് നിന്നും 160 കിലോമീറ്റർ അകലെയാണ് അറബിക്കടലിലായിട്ടാണ് നമ്മുടെ മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുംബൈ ഹൈ എന്ന് പറയുന്നത്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ്, ONGC ആണ്. അപ്പോൾ 1974 ഈ എണ്ണപ്പാടം കണ്ടെത്തിയത്. 1974 ഈ പറയുന്ന മുംബൈ ഹൈ എണ്ണപ്പാടം കണ്ടെത്തിയത്. എന്നാണ് 1974. ഓക്കെ, അപ്പം ONGC ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ONGC എന്താണ്? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന മുംബൈ ഹൈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ആണവധാതുക്കൾ എന്ന് നമുക്ക് നോക്കാം. ആണവധാതുക്കൾ യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ആണവധാതുക്കൾ. ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ആണവധാതുക്കളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ സമ്പന്നമായിട്ടുള്ള യുറേനിയം നിക്ഷേപങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്.
അതോടൊപ്പം തന്നെ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തീരദേശ മണലിൽ നിന്നും മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരദേശ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് കാണപ്പെടുന്ന തീരദേശ മണലിൽ നിന്നും നമുക്ക് മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ തുടങ്ങിയ ധാതുക്കളിൽ നിന്ന് ഈ പറയുന്ന തോറിയം നമുക്ക് വേർതിരിച്ച് എടുക്കാവുന്ന അല്ലെങ്കിൽ തോറിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നവയാണ് ഈ മോണസൈറ്റിൽ നിന്നും ഇൽമനൈറ്റിൽ നിന്നും ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. താരാപൂർ, താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപൂർ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റാവത് ഭട്ട രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് കൽപ്പാക്കം അല്ലെങ്കിൽ കൂടംകുളം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് കൈഗ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപാറ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. നറോറ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മുൻവർഷ ചോദ്യങ്ങളിൽ PSCയിൽ ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. താരാപൂർ മഹാരാഷ്ട്രയിലാണ് നമുക്ക് താരാപൂർ കാണാൻ വേണ്ടി സാധിക്കും. താരാപൂർ ആണവോർജ്ജ നിലയം മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. റാവത് ഭട്ട ആണവോർജ്ജ നിലയം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. റാവത് ഭട്ട ആണവോർജ്ജ നിലയം രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് കൽപ്പാക്കം അല്ലെങ്കിൽ കൂടംകുളം ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. കൂടംകുളം ആണവ നിലയമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കൂടംകുളം ആണവ നിലയമാണ്. അതോടൊപ്പം തന്നെ കൽപ്പാക്കം നമ്മൾ പറഞ്ഞു, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കൈഗ കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൈഗ ആണവ നിലയം, ആണവോർജ്ജ നിലയം കർണാടക സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപാറ ഗുജറാത്ത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. കാക്രപാറ ആണവ നിലയം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നറോറ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. നറോറ ആണവോർജ്ജ നിലയം ഉത്തർപ്രദേശിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോക്സാണ്. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ. നെക്സ്റ്റ്, സമ്പൂർണ്ണ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി. ചെറിയൊരു ബോക്സ് ആണ്, നമുക്ക് നോക്കാം. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ്. എങ്ങനെ പ്രവർത്തിക്കുന്ന, സമ്പൂർണമായിട്ടും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓക്കെ. പൊതുമേഖല, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ്. അപ്പോൾ ഈ വിമാനത്താവളം പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ വിമാനത്താവളമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഊർജ്ജ വിഭവങ്ങളെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ഒരു ഗതാഗത സൗകര്യങ്ങൾ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലെ ഗതാഗതത്തെ പറ്റിയാണ്. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ SCRT ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നോക്കാം. ഉൽപാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും, അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ഉൽപാദന മേഖലകൾക്ക് പല ഉൽപാദന മേഖലകൾക്ക് അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിന് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗതാഗതം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. അതായത് ഉൽപാദന വ്യവസായങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടുന്ന് ഉപഭോക്താക്കളിലേക്ക് ഇത് എത്തിക്കുന്നതിനും നമുക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംവിധാനമാണ് നമ്മുടെ ഗതാഗതം എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. അതായത് ഈ പറയുന്ന ഗതാഗത മാർഗം അതത് പ്രദേശത്തെ ഭൂസവിശേഷതകൾക്ക് ഇണങ്ങുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഇന്ന ഭൂപ്രകൃതിയുള്ള അതത് ഭൂപ്രദേശത്തെ ഭൂപ്രകൃതിയും മറ്റ് കാലാവസ്ഥയും ഒക്കെ അനുസരിച്ചാണ് ഈ പറയുന്ന ഓരോ ഭൂപ്രദേശത്തും ഇണങ്ങിയ ഗതാഗത സൗകര്യങ്ങൾ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. നമുക്കറിയാം, ഒരിക്കലും മലയോര മേഖലകളിൽ റെയിൽ ഗതാഗതം നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും ഇന്ത്യയിലല്ല ഗതാഗത സൗകര്യങ്ങൾ പ്രധാനമായിട്ടും റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന വിവിധ തരത്തിലുള്ള എല്ലാ ഗതാഗത സൗകര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ. അതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റോഡ് ഗതാഗതത്തെ പറ്റിയാണ്, ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗം റോഡ് ഗതാഗതമാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത സംവിധാനമാണ്, അല്ലെങ്കിൽ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം എന്ന് പറയുന്നത്.
അതായത് പല പല ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നഗരപ്രദേശങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത സൗകര്യമാണ് നമ്മുടെ റോഡ് ഗതാഗതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റോഡുകളെ നമുക്ക് വിവിധ രീതിയിൽ തിരിക്കാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ദേശീയപാതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സംസ്ഥാന ഹൈവേകൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ജില്ലാ റോഡുകൾ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രാമീണ റോഡുകൾ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം റോഡുകളുടെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട വിവിധതരം റോഡുകൾക്ക് ഉദാഹരണമാണ്. നമുക്ക് ദേശീയപാതകൾ ഏതാണ് എന്നാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ. ഓക്കെ, അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാന കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതായത് എയർപോർട്ടായാലും തുറമുഖങ്ങളായാലും സംസ്ഥാന തലസ്ഥാനങ്ങളായാലും നഗരപ്രദേശങ്ങളായാലും പ്രധാനപ്പെട്ട ആ സംസ്ഥാനത്തെ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിനെയാണ് നമ്മൾ ദേശീയപാത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന NH-66 അതിനൊരു ഉദാഹരണമാണ്. അത് പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അതായത് തുറമുഖം, എയർപോർട്ട് തുടങ്ങിയ അല്ലെങ്കിൽ സംസ്ഥാന തലസ്ഥാനങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന തരം റോഡുകളാണ് നമ്മുടെ ദേശീയപാതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡുകളുടെ നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ പറയുന്ന റോഡുകളുടെ നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ നടക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ദേശീയപാതകളുടെ നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ നടത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ദേശീയപാതകൾ നമ്മൾ പഠിച്ചു. സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് അവ. ഇവ കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ നിർവഹണ ചുമതല എന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, സംസ്ഥാന ഹൈവേകളാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, സംസ്ഥാന സർക്കാരുകളാണ് ഇതിൻ്റെ നിർവഹണ ചുമതല വഹിക്കുന്നത് എന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് നോക്കാം. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. അതായത് സംസ്ഥാന തലസ്ഥാനത്തെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് നമ്മുടെ സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ജില്ലാ ആസ്ഥാനങ്ങളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ റോഡുകളാണ് നമ്മുടെ സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ റോഡുകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പോൾ നാഷണൽ ഹൈവേകളുടെ അല്ലെങ്കിൽ ദേശീയപാതകളുടെ ഈ പറയുന്ന നിർവഹണ ചുമതല കേന്ദ്ര സർക്കാരിനും ഈ ജില്ലാ ആസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സംസ്ഥാന ഹൈവേകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കുമാണ്. ഓക്കെ, നെക്സ്റ്റ് ജില്ലാ റോഡുകളാണ്. നമുക്ക് നോക്കാം. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ജില്ലാ ആസ്ഥാനങ്ങളെ അതത് ജില്ലകളിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് നമുക്ക് ജില്ലാ റോഡുകൾ എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് നമ്മുടെ ജില്ലാ റോഡുകൾ. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആയിരിക്കും ഇതിൻ്റെ നിർവഹണ ചുമതല എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളാണ് ജില്ലാ റോഡുകളുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനം ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. അതായത് നമ്മുടെ ജില്ലാ ആസ്ഥാനങ്ങളെ അതത് ജില്ലകളിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് നമ്മൾ ജില്ലാ റോഡുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും ഒക്കെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ ചുമതലയൊക്കെ വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ ഗ്രാമീണ റോഡുകളാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന റോഡുകളാണ് നമ്മുടെ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. നമ്മുടെ പേര് പോലെ തന്നെ ഗ്രാമീണ റോഡുകൾ നമ്മുടെ ഗ്രാമങ്ങളിലെ ഉള്ളിലുള്ള ആഭ്യന്തര സഞ്ചാരങ്ങൾ സാധ്യമാക്കുന്ന റോഡുകളെയാണ് നമ്മൾ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റോഡ് ഡെൻസിറ്റിയുടെ 80% റോഡ് ദൈർഘ്യത്തിന്റെ 80% ഈ പറയുന്ന ഗ്രാമീണ റോഡുകളാണ്. ഇന്ത്യയുടെ റോഡ് ശൃംഖലയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഈ പറയുന്ന ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കാൻ അല്ലെങ്കിൽ സാധ്യമാക്കുന്ന ഗ്രാമീണ റോഡുകളാണ്. ഓക്കെ, ഇതിന്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണമായാലും പരിപാലനമായാലും നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഓക്കെ, അപ്പോൾ റോഡുകൾ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മളിവിടെ നോക്കിയത്. ഏതൊക്കെയാണവ? 1 ദേശീയപാതകൾ, 2 സംസ്ഥാന പാതകൾ, 3 ജില്ലാ റോഡുകൾ,
4 ഗ്രാമീണ റോഡുകൾ. അപ്പോൾ ദേശീയപാതകൾ കേന്ദ്ര സർക്കാരിന്റെ നിർവഹണ ചുമതലകൾക്ക് ഉള്ളിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന ഹൈവേകളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ജില്ലാ റോഡുകളുടെ നിർവഹണ ചുമതല ജില്ലാ പഞ്ചായത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടെ എല്ലാ നിർവഹണ ചുമതലകളും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട ഹൈവേകളെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്നും സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നതും, നെക്സ്റ്റ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇവ രണ്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 ഹൈവേകൾക്ക് ഉദാഹരണമാണ്. നമുക്ക് നോക്കാം സുവർണ ചതുഷ്കോണം എന്താണ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖലയാണിത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖലയാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നു പോകുന്നു. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ പ്രധാനപ്പെട്ട 4 നഗരങ്ങളിൽ കൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പറയുന്ന സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം എന്ന് നമ്മൾ അറിയാം. ഈ പറയുന്ന ഡൽഹി, നമ്മുടെ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഈ 4 പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 12 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ സുവർണ ചതുഷ്കോണം കടന്നു പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയുമാണ്. നമുക്ക് നോക്കാം. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ വടക്ക് തെക്ക് ഇടനാഴി എന്ന് പറയുന്നത്. ഈ പറയുന്ന ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ വടക്ക് തെക്ക് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. നെക്സ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായിട്ടും ബന്ധിപ്പിക്കുന്നു. ഈ പറയുന്ന സിൽച്ചാർ, നമ്മൾ ഏറ്റവും കിഴക്ക് വശത്തുള്ള സിൽച്ചാറിനെ പോർബന്തറുമായിട്ടും ഗുജറാത്തിലെ പോർബന്തറുമായിട്ടും ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി നമ്മുടെ ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ടും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി നമ്മുടെ സിൽച്ചാറിനെ പോർബന്തറുമായിട്ടും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് ഗതാഗതം നമ്മൾ നോക്കി. ഇനി റെയിൽ ഗതാഗതത്തിലേക്കാണ് പോകുന്നത്. നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ ശൃംഖലയുള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853 മുംബൈ മുതൽ താനെ വരെ വെറും 34 കിലോമീറ്ററിലായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണമാണ് നമ്മുടെ പഴയ CRT ചാപ്റ്ററിലുള്ളതാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഏതൊക്കെയാണ്? റെയിൽ ഗേജ്, പാളങ്ങൾ തമ്മിലുള്ള അകലം, ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം എന്നിങ്ങനെയായിട്ടാണ് ഈ ബോക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന് ബ്രോഡ് ഗേജ് ആണ്. എന്താണ് ബ്രോഡ് ഗേജ്? അതായത് ഈ ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ പാളങ്ങൾ തമ്മിലുള്ള അകലം, ഈ ഒരു പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണ്. അപ്പോൾ ബ്രോഡ് ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ ഈ പറയുന്ന ബ്രോഡ് ഗേജ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. എത്ര ശതമാനം? 74%. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ബ്രോഡ് ഗേജ് ആണ്. 74% അവയുടെ ആനുപാതിക ദൈർഘ്യം. 1.676 മീറ്റർ ആണ് ബ്രോഡ് ഗേജിന്റെ പാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് നമ്മൾ അറിയുക. രണ്ടാമത് നമ്മുടെ മീറ്റർ ഗേജ് ആണ്. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം വെറും
1 മീറ്ററാണ്. 1 മീറ്ററാണ് നമ്മുടെ മീറ്റർ ഗേജിൽ പാലങ്ങൾ തമ്മിലുള്ള അകലം. 21% ഇവയുടെ ആനുപാതിക ദൈർഘ്യം. 21% മീറ്റർ ഗേജിൻ്റെ ആനുപാതിക ദൈർഘ്യം. 1 മീറ്ററാണ് മീറ്റർ ഗേജിൽ ഈ പറയുന്ന പാളങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് മൂന്നാമത് നാരോ ഗേജ് ആണ്. അപ്പോൾ നമുക്കറിയാം ചെറുതാണ്. ഈ പറയുന്ന മറ്റ് രണ്ടെണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്ററാണ് ഈ പറയുന്ന നാരോ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം. അത് വളരെ ചെറിയ ശതമാനം, 5% ഇവയുടെ ഇന്ത്യയിലുള്ള ആനുപാതിക ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊങ്കൺ റെയിൽവേ ആണ്. നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു പോകുന്നതാണ് കൊങ്കൺ റെയിൽവേ. നമുക്ക് നോക്കാം. 1998 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച നേട്ടങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ്. 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് ഒന്നാമത്തെ പോയിന്റ്. 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററുമാണ് ആകെ നീളം. ഓക്കെ, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ കൊങ്കൺ റെയിൽവേ വ്യാപിച്ചു കിടക്കുന്നു. 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം എന്ന് പറയുന്നത്. 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചത്. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. ഏകദേശം 146 നദികൾ ഈ പറയുന്ന കൊങ്കൺ റെയിൽവേ പിന്നിടുന്നു എന്നാണ് പറയുന്നത്. 144 നദികളെ പിന്നിട്ടുകൊണ്ടാണ് കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഈ പറയുന്ന കൊങ്കൺ റെയിൽ പാതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, 146 നദികളെ പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2000 പാലങ്ങളും, ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും നമുക്ക് ഈ പറയുന്ന കൊങ്കൺ റെയിൽ പാതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം 6.5 കിലോമീറ്റർ നീളമുള്ള റെയിൽ തുരങ്കം നമുക്ക് ഈ പറയുന്ന കൊങ്കൺ പാതയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിൽ ഈ സംരംഭത്തിൻ്റെ പങ്കാളികളാണ്. അതായത് മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മുടെ കൊങ്കൺ റെയിൽ പാത വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഓക്കെ, 1998 കൊങ്കൺ റെയിൽ പാത നിർമ്മാണം പൂർത്തീകരിച്ചത്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ, കർണാടകത്തിലെ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ വ്യാപിച്ച് കിടക്കുന്നത്. 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. ഏകദേശം 146 നദികൾ ഈ പറയുന്ന 146 നദികളെ പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത്. 2000-ഓളം പാലങ്ങളും 91-ഓളം റെയിൽ തുരങ്കങ്ങളും നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ കാണാൻ, അല്ലെങ്കിൽ ആ റെയിൽ പാതയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം നമുക്ക് ഈ പാതയിൽ കാണാൻ വേണ്ടി സാധിക്കും. മഹാരാഷ്ട്ര, കർണാടക, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ റെയിൽ പാതകളുടെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 1853 മുംബൈ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ഗതാഗതം. ഇന്ത്യയിൽ അവിടെയാണ് ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 1853 മുംബൈ മുതൽ താനെ വരെയാണ് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാതയാണ് അന്നത്തെ ബോംബെ മുതൽ താനെ വരെ ഉണ്ടായിരുന്ന 34 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ള റെയിൽ പാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ആ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽ പാത അല്ലെങ്കിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ആ റെയിൽ പാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽ ഗതാഗതം അല്ലെങ്കിൽ റെയിൽ പാത 1861 ആരംഭിച്ചത്. ബോംബെ മുതൽ താനെ വരെയാണ് 1853 ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് മെട്രോ റെയിൽ എന്നാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. നമുക്കറിയാം കൊച്ചിയിലൊക്കെ കൂടുതൽ
യാത്രാക്ലേശം അനുഭവിക്കുന്ന കേരളത്തിലെ ഒരു നഗരമാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയിലെ ആ ഒരു ഗതാഗത കുരുക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൊച്ചി മെട്രോ ആരംഭിച്ചത്, നമുക്കറിയാം. അപ്പം തന്നെ അതാണ് ഇവിടെ പറഞ്ഞത്, വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമായിട്ടാണ് നമ്മുടെ മെട്രോ റെയിൽ ആരംഭിച്ചത്. ഓക്കെ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽ ആരംഭിച്ചത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജലഗതാഗതത്തെ പറ്റിയാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ചെലവ് കുറവായിട്ടുള്ള ജലഗതാഗതമാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത്. എന്താണ് ഏറ്റവും ചെലവ് കുറവായിട്ടുള്ള ഗതാഗത മാർഗത്തിന് ഉദാഹരണമാണ് നമ്മുടെ ജലഗതാഗതം എന്ന് പറയുന്നത്. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതമായിട്ടുള്ളതാണ് ഈ പറയുന്ന ജലഗതാഗതം. കപ്പലിലൂടെയും ഒക്കെയുള്ള വൻതോതിലുള്ള ചരക്ക് മാറ്റത്തിന് ഏറ്റവും ഉതകുന്നതായിട്ടുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ഗതാഗത മാർഗമാണ് നമ്മുടെ ജലഗതാഗതം. പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. പരിസ്ഥിതി മലിനീകരണം ഏറ്റവും കുറവാണ് നമുക്ക് പറയാം. ഈ പറയുന്ന ജലഗതാഗതത്തിലൂടെ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതം വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് നമ്മുടെ ജലഗതാഗതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ജലഗതാഗതത്തെ നമുക്ക് പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഉൾനാടൻ ജലഗതാഗതം എന്നും രണ്ട് സമുദ്ര ജലഗതാഗതമെന്നും. ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും നമുക്ക് ജലഗതാഗതത്തെ പൊതുവെ രണ്ടായിട്ട് തരം തിരിക്കാം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗമാക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഈ പറയുന്ന നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലസ്രോതസ്സുകളെയാണ് നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലാശയങ്ങൾ, അതായത് ഉൾനാടൻ ജലഗതാഗതത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ജലാശയങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം ഒന്നുമില്ല, പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങളാണ് ഇവ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും പോഷക നദികളും, ഗംഗയും ബ്രഹ്മപുത്രയും കൂടാണ്ട് അവയുടെ പോഷക നദികളും ഒന്നാമത്തത്. രണ്ടാമത്തത് ഗോദാവരി, കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളും. നമ്മുടെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമായിട്ടുള്ള ഗോദാവരിയും കൃഷ്ണ നദിയും അവയുടെ പോഷക നദികളെയും നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ആന്ധ്ര, തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ. അതായത് ആന്ധ്ര, തമിഴ്നാട് പ്രദേശത്ത് കാണപ്പെടുന്ന നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ജലാശയമാണ് നമ്മുടെ ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഗോവയിലെ മണ്ടോവി, സുവാരി നദികളും ഈ പറയുന്ന ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ കായലുകളെയും നമ്മൾ ഉൾനാടൻ ജലഗതാഗതത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇതിൽ നമ്മൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986 എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. 1986 നമ്മുടെ നാഷണൽ വാട്ടർ വേസിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്ന നമ്മുടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയാണ്. അത് രൂപം കൊണ്ടത് 1986 നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി 1986 രൂപം കൊണ്ടതിന് ശേഷം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ 5 ദേശീയ ജലപാതകളാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ദേശീയ ജലപാത 1 മുതൽ 5 വരെയാണ്. അവ NW1 to NW5 വരെയാണ്. അപ്പോൾ ദേശീയ ജലപാത NW1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന നീളത്തിനൊക്കെ ഈ പറയുന്ന വാട്ടർ വേസിൻ്റെ നീളമൊക്കെ ഈ പറയുന്ന അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ സൈറ്റ് റെഫറൻസ് ചെയ്ത് തന്നെ പഠിക്കുക. അത് അപ്ഡേറ്റഡ് വേർഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ NW3 വരെ കൊല്ലം കോട്ടപ്പുറം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് 365ഓളം കിലോമീറ്റർ ആക്കിയിട്ട് കൊല്ലം കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേറ്റഡ് കണക്കുകൾ പഠിക്കുമ്പോൾ, സ്റ്റാറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ തന്നെ പഠിക്കുക. നമുക്കിവിടെ നോക്കി പോകാം. ദേശീയ ജലപാത 1 NW1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ മുതൽ ധൂബ്രി വരെ. അപ്പോൾ NW1 ഗംഗാ നദിയിലാണ്. എവിടെ മുതൽ?
അലഹബാദ് മുതൽ ഹാൽഡിയ വരെ നമുക്ക് NW1 ഗംഗാ നദിയിൽ കാണാൻ വേണ്ടി സാധിക്കും. NW2 ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടെ മുതൽ എവിടം വരെ? സാധ്യ മുതൽ ധൂബ്രി വരെ. ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെയാണ് നമുക്ക് NW2 കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് NW3 ആണ്, ദേശീയ ജലപാത 3 ആണ്, നമ്മുടെ കേരളത്തിലാണ്. എവിടെ മുതൽ? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത. അതിന് നമ്മൾ പശ്ചിമ തീര കനാൽ എന്നും പറയുന്നു, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും നമ്മൾ NW3 വിശേഷിപ്പിക്കുന്നു. ഈ പറയുന്ന കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്നുള്ളത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി തന്നെ വെച്ചേക്കുക. അപ്പോൾ NW3 പശ്ചിമ തീര കനാൽ, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത 3 കേരളത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് NW4 ആണ്, ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് NW4 എന്ന് പറയുന്നത്. അപ്പോൾ NW4 ഗോദാവരി കൃഷ്ണ നദികളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലിലാണ് നമ്മുടെ NW4 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ NW5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബ്രാഹ്മണി മഹാനദി വ്യവസ്ഥയിലാണ് നമുക്ക് NW5 നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ 5 നാഷണൽ വാട്ടർവേസ് ആണ്, ദേശീയ ജലപാതകളാണ് നമ്മളിവിടെ നോക്കിയത്. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് വേർഷൻ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 5 ഇന്ത്യയിലെ ദേശീയ ജലപാതകളെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തെ പറ്റിയാണ്. അപ്പോൾ പഴയ SCRTയിലെ ഒരു ചെറിയ പോർഷനാണ്, അത്രമാത്രമേ ഈ പുതിയ SCRT മാറി വന്ന SCRTയിലൊന്നും ഈ പറഞ്ഞ ഗതാഗത സൗകര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ നമുക്ക് വ്യോമ ഗതാഗതം നോക്കാം. പഴയ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു കട്ടിങ്സ് ആണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമ ഗതാഗതം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന് കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണ് ഉള്ളത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത്, കണക്കുകളാണ്, അത് എന്തായാലും പഴയ SCRT ടെക്സ്റ്റ് ബുക്കിലാണ്, ശരിയാവണമെന്നില്ല, അത് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കമ്പനികളാണ്. ഏതൊക്കെയാണോ ഒന്നുകൂടെ പറയാം. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് എയർ ഇന്ത്യയും ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ എയർലൈൻസുമാണ് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിലെ വിമാന സർവീസുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെയും ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷനും മാത്രമല്ലാണ്ട് നിരവധി അധികം സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലെ തന്നെ വ്യോമ ഗതാഗതത്തെ പറ്റി നമ്മുടെ പുതിയ SCRT ചാപ്റ്ററിലുള്ള ചെറിയ കട്ടിങ്സ് ആണ് വീണ്ടും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ചത്. നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ചത്. ഓക്കെ, 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1911 ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണവ? 1911 അലഹബാദിൽ നിന്നാണ്. 1911 അലഹബാദിൽ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്. 1911 ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ വ്യോമ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത് 1911 നമ്മൾ പറഞ്ഞു. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1912 ഇന്ത്യയിൽ ഒരു അന്താരാഷ്ട്ര വിമാന സർവീസ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസ് ആയിരുന്നു അത് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും കറാച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി എന്നാണ് പറഞ്ഞത്. എന്നാണ് 1912 ഈ ഒരു പോയിന്റാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ സർവീസ് നടത്തി. അപ്പോൾ 1932
അപ്പോൾ 1932 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ഈ പറയുന്ന കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ വിമാന സർവീസ് നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 മുംബൈയിൽ നിന്ന് കറാച്ചിയിലേക്ക് ആദ്യത്തെ വിമാന സർവീസ് നടത്തി. ഓക്കെ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം, ഇന്ത്യയിലെ ഫസ്റ്റ് എയർപോർട്ട് വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങൾ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ 1911 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യോമഗതാഗതം ആരംഭിച്ചത് അലഹബാദിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അലഹബാദിൽ നിന്ന് വെറും 10 കിലോമീറ്റർ അപ്പുറമുള്ള നൈനയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം പറഞ്ഞതോടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വ്യോമഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ നെക്സ്റ്റ് 1912 ഈ പറയുന്നൊരു അന്താരാഷ്ട്ര സർവീസ് ഇന്ത്യയിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നിന്നും തിരിച്ചുകൊണ്ടൊരു അന്താരാഷ്ട്ര സർവീസ് ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും ആ കറാച്ചിയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്കും വിമാനം സർവീസ് നടത്തിയതോടെയാണ് ഇന്ത്യയിൽ ഒരു അന്താരാഷ്ട്ര വ്യോമഗതാഗതം ആദ്യമായിട്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് 1932 ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യത്തെ വിമാന സർവീസ് നടത്തി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ബോക്സിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് മുംബൈയിലെ ജുഹുവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഊർജ്ജ വിഭവങ്ങളും ഗതാഗതം സൗകര്യങ്ങൾ എന്നീ ഒരു ടോപ്പിക്ക് നമുക്കിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തത് 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു SCRT ചാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഓൾഡ് SCRTയിലെ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇത്രയും പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമായിക്കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞൊരു ക്ലാസ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എക്സാംസുകളൊക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.